വളരെയധികം. കാരണം ഒരു SSLC കഴിഞ്ഞിട്ട്, കാരണം സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ അച്ഛന്റെ ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെയുള്ള ഇതിൽ നിന്ന് കഴിഞ്ഞ് ഇത്രത്തോളം എത്തിച്ചേർന്നു. ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോ എന്ത് തോന്നുന്നു നാഗേഷ്? തിരിഞ്ഞു നോക്കുമ്പോ ഇപ്പൊ ഗൾഫ് തന്നെ നല്ലതെന്ന് തോന്നുന്നു. ആ മണലാരിനെയും വളരെ നല്ലതാണ്. അത് ഏറ്റവും നല്ലത് എന്താ പറഞ്ഞാല് ഇപ്പൊ ആടെ തന്നെ ഞങ്ങൾക്ക് വർക്ക്ഷോപ്പ് ഇട്ടിട്ട് തരാമെന്ന് എന്റെ ഓണർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പിന്നെ അത്ര അതിന് ഇതാക്കില്ല. കുട്ടികളുടെ വിദ്യാഭ്യാസം, കുട്ടികളുടെ കൂടെ വന്ന് പിന്നെ ഞങ്ങളെ നാടന്നെ ഞങ്ങളെ ഒരു ജോലിനെ ഞങ്ങളെ നാട്ടിൽ തന്നെ കാണിക്കണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു ഇതുണ്ടായിരുന്നു. അത് ആ ദൈവം എനിക്ക് എത്തിച്ചു തന്നു. ഇതുവരെ ഇപ്പൊ നല്ലതിൽ നടക്കുന്നു. പിന്നെ അതിന് ശേഷം ഞാൻ ഒരു വീടെല്ലാം എടുത്ത് സ്ഥലമെല്ലാം എടുത്ത് ഇപ്പൊ പൂർണ്ണ സംതൃപ്തിയാണ്. അതെ, പൂർണ്ണ ദൈവത്തിട്ട് അങ്ങനത്തെ വേറെ എന്തുമില്ല. എന്റെ ഭാര്യ അങ്ങനെ കുറിച്ച് കാര്യം ഒരു ഏതൊരാളുടെയും വിജയത്തിന്റെ പിന്നിൽ ഫാമിലിയുടെ കെട്ടുറപ്പ് വളരെ പ്രധാനമാണ്. കാരണം ഇപ്പൊ നമ്മൾ തിരക്കോട് സമയത്തൊക്കെ ഇവിടെ വരുമ്പോ വർഷാപ്പിനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ രാത്രിയൊക്കെ പണി തീർന്ന ഒരാളുണ്ടാവണം. അപ്പൊ വരുമ്പോ ചേച്ചിയുടെ സപ്പോർട്ട് എത്രമാത്രം? അതെ, അത് എങ്ങനെ പറഞ്ഞാല് ഞാൻ 23 വയസ്സിലാണ് ഞാൻ കല്യാണം കഴിഞ്ഞത്. ഇവിടുന്ന് ഗൾഫിൽ പോകുന്നതിനായിട്ട് മുമ്പേ 24 വയസ്സിൽ ബോംബെയിൽ വന്നിട്ടാണ് കല്യാണം കഴിക്കുന്നത്. അതെ, ബോംബെയിലുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നിട്ട് കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ട് അത് എൻ്റെ അച്ഛൻ്റെ റിലേഷൻ്റെ ഒരു കുട്ടിയാണ്. അപ്പോൾ ഞങ്ങൾ നല്ല ഒരു സ്നേഹത്തിലുമായി, ഞങ്ങളെ റിലേഷനും തന്നെ. ലവ് മാരേജ് ആയിരുന്നു? ലവ് മാരേജ് അല്ല, പക്ഷേ അറേഞ്ച്മെന്റ് പരിചയപ്പെട്ട് അറിയാവുന്ന ഒരു പെൺകുട്ടിയെ പോകാൻ കഴിച്ചു. ആ കഴിച്ചതിന് ശേഷമാണ് അടുത്തോളം ഞാൻ കുറച്ച് പിള്ളേരെ കളി വന്നിട്ടുണ്ടായിരുന്നു. ജീവിതത്തില് ഒരു മാറ്റവും അടുക്കും ചിട്ടയൊക്കെ. അതെ, അത് എൻ്റെ ഭാര്യൻ്റെ ഇതിലാണ് ഞാൻ നല്ല ഇത് പോയത്. അവർ നല്ല സപ്പോർട്ട് ചെയ്യും. പിന്നെ അവളെ അച്ഛന് പോലീസായിട്ടുണ്ടായിരുന്നു, അച്ഛൻ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം നല്ല ഒരു ആളായിരുന്നു. അയാളിപ്പോൾ ഇല്ല, അയാൾ മരിച്ചുപോയി. അതെ. അതിനുശേഷം ഇവളെയും കൂട്ടി ഞാൻ ബോംബെക്ക് പോയി. ഞാൻ ബോംബെക്ക് പോയി. പിന്നെ അവിടെ ഒരു 2 വർഷം ഞങ്ങൾ ഉണ്ടായിരുന്നു ബോംബെയിൽ. പിന്നെ ഞാൻ ഗൾഫിൽ പോയതിന് ശേഷം ഇങ്ങോട്ട് വിട്ടിട്ട് ഒരു കുട്ടിയായി, ദീപക് എന്ന് പറഞ്ഞിട്ട്. കുട്ടിയായതിനു ശേഷം പിന്നെ ദീപകിന്റെ പേരിലാണ് ദീപക്. പിന്നെ ഞാൻ അങ്ങോട്ട് ഗൾഫിൽ പോയി. രണ്ടാമത്തതും മകനാണല്ലോ? രണ്ടാമത്തതും മകൻ. അവനിപ്പോ സൗദിയിലുണ്ട്, പ്രദീപ്. അവൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇവിടെ ബാംഗ്ലൂരിൽ കോഴ്സ് എല്ലാം ചെയ്തിട്ട് സൗദി അറേബ്യയിൽ കമ്പനി ഓട്ടോമൊബൈൽ അല്ല, മെക്കാനിക്കൽ. അറാംകോ എന്ന് പറഞ്ഞാൽ വലിയ ബിഗ് കമ്പനിയാണ്. കാരണം അറേബ്യൻ അമേരിക്കൻ ഓയിൽ കമ്പനിയുടെ. ഇപ്പൊ 2 വർഷമായി സൗദി അറാംകോ. അതെ, അന്ന് വന്ന് ദഹ്റാനിലാണോ? ദഹ്റാനല്ല, രാജസ്ഥാനൂർ, ജുബൈൽ റോഡ്. അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. വർഷത്തിലൊരിക്കൽ വരാൻ സാധിക്കും. വരുന്നു. ഇപ്പൊ വന്നിട്ട് പോയത്, അടുത്ത് വന്നിട്ട് പോയത്. ഇപ്പൊ നെക്സ്റ്റ് വന്നതിന് ശേഷം ഒരു കല്യാണം എല്ലാം കഴിക്കണം എന്ന് പറഞ്ഞിട്ട്. ഇവന് കല്യാണം കഴിഞ്ഞു, വലിയ കുട്ടി. ദീപകിന് കഴിഞ്ഞു. ഒരു 5 വയസ്സിന്റെ കുട്ടിയുണ്ട്. ഇപ്പൊ ഒരു ഗ്രാൻഡ് ഫാദർ ആണ്. അതെ, ഗ്രാൻഡ് ഫാദർ. വളരെ കണ്ടാത് തോന്നുന്നില്ലല്ലോ. അതെന്താ കാരണം? ചെറുപ്പത്തിന്റെ ഒരു മനസ്സ് വളരെ സംതൃപ്തിയോട് ഇരുന്ന് കഴിഞ്ഞാല്, മനസ്സ് നന്നായിരുന്നാല് മുഖത്തും ഒരു പ്രസന്നത. അത് തന്നെയാണ് കാരണം താങ്കളുടെ ജീവിതത്തിൽ. തീർച്ചയായും ഒരു ഇത്രയൊക്കെ ജീവിതത്തിന് താങ്കളുടെ വളർച്ചയ്ക്ക് വളരെ പ്രധാനം എന്ന് പറയുന്നത് തീർച്ചയായും റെയിൽവേ ജോലിയിൽ ഉണ്ടായിരുന്ന താങ്കളുടെ ഫാദർ തന്നെയായിരിക്കും. അദ്ദേഹം പറഞ്ഞു തന്ന ചിട്ടയോടുകൂടിയുള്ള ജീവിതം. തീർച്ചയായും മുന്നോട്ട് പഠിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ പോലും അത് അച്ഛനെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് അറിഞ്ഞുകൊണ്ട് മാറുന്ന ഒരു മകൻ. തീർച്ചയായും ഈ ഓർമ്മകളിലേക്ക് താങ്കളൊന്ന് തിരിച്ചു പോകുമ്പോൾ എന്ത് തോന്നുന്നു സർ? ഇപ്പോ തോന്നുന്നു നല്ലോണം പഠിച്ചിനെങ്കിൽ നല്ല ഉണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ മക്കളെല്ലാം ഞാൻ ഒരു ഡിഗ്രി ചെയ്തു എല്ലാത്തിനും. ഇപ്പോൾ ഒരു മോള്, ചെറിയ മകളാണ്, ഇപ്പോൾ +1 പഠിക്കുന്നുണ്ട്. അവിടെ ഒരു നല്ലൊരു എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന്. അങ്ങനെ ഫസ്റ്റ് PUC ആയിട്ട് പിന്നെ അവന് ഓട്ടോമൊബൈലിൽ തന്നെ ഇട്ട് എൻ്റെ ഇതിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. രണ്ടാമത്തവന് പിന്നെ കംപ്ലീറ്റ് ഡിഗ്രി ആയിട്ട് എഞ്ചിനീയറിംഗ് ആയിട്ട് അങ്ങോട്ട് പോയി. മൂന്നാമത്തെ കുട്ടി +2 ആകുമ്പോൾ കുറച്ച് ചെറിയൊരു ആക്സിഡൻ്റ് എല്ലാം പറ്റി. അതുകൊണ്ട് അതിൽ കുറച്ച് അതാണ് ഇപ്പോൾ അവിടെ വർക്ക്ഷോപ്പിൽ പിന്നെ ഒരുത്തനുണ്ട്, സന്ദീപ് എന്ന് പറയുന്ന പേര്. 3 ആൺമക്കളാണോ? 3 ആൺമക്കള്, ഒരു പെണ്ണ്. പെൺകുട്ടി +2 പഠിക്കും. എല്ലാം ദൈവത്തിന്റെ ഒരു അനുഗ്രഹം, ദൈവത്തിനോടുള്ള. അതെ, ഇത് ഇത്ര ആവാനും ഞങ്ങളെ ഒരു തറവാടും ഉണ്ട്. എനിക്ക്
ഇപ്പൊ ഇല്ലെന്ന് പറയുന്നില്ലേ, അതേമാതിരി ഒരു തറവുണ്ട്. അതിൻ്റെ എല്ലാം ഞങ്ങളെല്ലാം നോക്കിക്കൊണ്ടും നല്ല രീതിയിൽ കൊണ്ടുപോയിക്കൊണ്ടും. അമ്മയുണ്ട്, അച്ഛനില്ല. അച്ഛൻ ഇപ്പൊ ഒരു 6 വർഷമായി മരിച്ചിട്ട്. അമ്മയെല്ലാം നല്ല രീതിയിലുണ്ട്. അനുഗ്രഹങ്ങളാണ്, പ്രാർത്ഥനയാണ് താങ്കളുടെ വിജയത്തിന്റെ. അതന്നെ, എല്ലാവരും നല്ല രീതിയിലുണ്ട്. വളരെ തിരക്കേറിയ ഈ സമയത്തും ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു സമയം അനുവദിച്ചു തന്നതിൽ വളരെയധികം നന്ദിയുണ്ട്. അതെ അതെ. എന്നാ ഇത് ഈ കേരള വിഷന് എന്നെ ഈ ചാനലിന് വേണ്ടിയിട്ട് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഇവിടെ എന്നെ വരുത്തിയതിന് കേരള വിഷന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. കൂടുതലായിട്ട് എനിക്ക് നന്ദി പറയില്ല. എൻ്റെ നന്ദി, നമസ്കാരം. വളരെ വ്യത്യസ്തമായ ഒരു എപ്പിസോഡായിരുന്നു. നമുക്ക് ഏവർക്കും വളരെ സുപരിചിതമായ ഒരു മേഖലയാണ് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസ്. അതിനെക്കുറിച്ചും മിസ്റ്റർ നാഗേഷുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നപ്പോൾ ഒരു റിട്ടയർഡായ ഗൾഫ് മലയാളിയെക്കുറിച്ചും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. 10 വർഷക്കാലം പ്രവാസ ജീവിതം ആരംഭിച്ച് അതിൽ കിട്ടിയ അനുഭവവും പരിചയസമ്പത്തും മൊത്തം നമ്മുടെ കേരളത്തിൽ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്ത് ഇവിടെ നിന്ന് ജീവിതം ആരംഭിക്കാൻ നോക്കുമ്പോൾ ഇന്നും അദ്ദേഹത്തിൻ്റെ മനസ്സ് പറയുന്നതെന്ന് വെച്ചാൽ ഇതൊക്കെ മതിയാക്കി ഗൾഫിൽ തന്നെ പോകണമെന്നാണ്. കാരണം ഇവിടുത്തെ ആൾക്കാരുടെ മെൻറ്റാലിറ്റി മാറണം. ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തെ നമ്മൾ പൂർണ്ണമായും നമ്മൾ സഹകരിക്കണം. അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തെ വളർത്തിയാൽ മാത്രമേ നമുക്കും അതുകൊണ്ട് ജീവിക്കാൻ കഴിയുള്ളൂ എന്നുള്ള മനോഭാവം നമുക്കെല്ലാവർക്കും ഉണ്ടാവണം. തീർച്ചയായും നാഗേഷിനെ പോലെയുള്ള ഒരുപാട് പേർ ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ കേരളം യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ സ്വന്തം നാടാവുകയുള്ളൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും മിസ്റ്റർ നാഗേഷിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ വലിയ പ്രസ്ഥാനത്തിനും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഇനി പ്രേക്ഷകരോടുള്ള ചോദ്യം ഇതാണ്: ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ട വർഷം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി: ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ട വർഷം ഏതാണ്? ഈ ചോദ്യത്തിന് ശരിയുത്തരം ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിച്ചറിയിക്കാം. ഞങ്ങളെ വിളിക്കേണ്ട ഫോൺ നമ്പർ 0484231778 അല്ലെങ്കിൽ 83. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0484231778 അല്ലെങ്കിൽ 83.